ഒരു വെളുപ്പടാ നമുക്ക് നിന്റെ ഉണ്ട വിഷയമാണല്ലേ. യൂട്യൂബ് വരും. ഹായ് നമസ്കാരം, ഞാൻ ചാത്തന്നൂർക്കാരൻ ചങ്ങാതി സുധി കോതേരി. ഇത് നമ്മുടെ കടയിൽ ഇന്ന് വന്ന വണ്ടിയാണ്. ഇതിൻ്റെ JCBയുടെ സ്റ്റിയറിംഗ് കവർ തയ്ക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. നമ്മൾ ഒരുപാട് വണ്ടികൾ അങ്ങനെ വരാറുണ്ട്, ചിലപ്പോൾ ദൂരം നിന്നൊക്കെ വരാറുണ്ട്. JCBയുടെ സ്റ്റിയറിംഗ് കവർ തയ്ക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി ശകലം ദൂരം എന്ന് വെച്ചാൽ ഭയങ്കര ദൂരമല്ല കേട്ടോ. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എന്തൊരു ചന്തം തോന്നി, അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റിയറിംഗ് കവർ തയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും സ്റ്റിയറിംഗ് കവർ തയ്ക്കാൻ ഒരു വെളുപ്പടാ നമുക്ക് അങ്ങനെ എന്തായാലും സ്റ്റിയറിംഗ് കവർ തയ്ക്കാനായിട്ട് നമ്മൾ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അവനോടൊന്ന് ജസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ JCBയുടെ സ്റ്റിയറിംഗ് ഉറ തയ്ക്കുന്ന ആദ്യം ഇവൻ്റെ വണ്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവൻ ആദ്യമായിട്ട് ഓടാൻ തുടങ്ങിയ സമയത്താണ്. ഞാൻ അതിന് മുന്നേ തയ്ക്കാതിരിക്കാറില്ല, കാരണം ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും തയ്ക്കാൻ അതുപോലെ തന്നെ പിടിച്ചിറക്കുന്ന ഒരു ചടങ്ങാണ്. എനിക്ക് വന്ന് ഇവർ മിക്ക ആൾക്കാരും ടിപ്പറിനായാലും JCBക്കൊക്കെ എനിക്ക് വന്ന് മിക്ക ഒരു ഓർഡർ ചെയ്ത് വരുത്താറാണ് പതിവ്. ഇപ്പം പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്, എന്താ പറയുക, നമ്മൾ തന്നെ ഇപ്പം ചെയ്ത് കൊടുക്കാറുണ്ട്, കവർ തച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. നിന്റെ ഉണ്ട വിഷയമാണല്ലേ. ഇതൊക്കെ അതി വരുമെന്ന്. യൂട്യൂബ് വരും ഉറപ്പ്. അങ്ങനെ എന്തായാലും ഇതിനകത്തൊരു പാവക്കുട്ടി ഞാൻ വന്നത് മുതലേ നോക്കിയാണ്, ഒരു അടിപൊളി പാവക്കുട്ടി. ഇപ്രാവശ്യം എന്തെങ്കിലും ഒരെണ്ണേ ഉള്ളൂ. മുമ്പൊരു വണ്ടി കൊണ്ടുവന്ന് 4 സൈഡിലും പാവക്കുട്ടിയായിരുന്നു, കുഞ്ഞ് കീച്ചനെ പിന്നെ തൂക്കിയിടുമായിരുന്നു. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കുറച്ച് തച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ ഹാൻഡിൽ ഒന്ന് നമുക്ക് തയ്ക്കുന്ന ഒരു പാകത്തിന് ഒന്ന് കറക്കി വയ്ക്കും. ആ കൂട്ടത്തിൽ 2 കറക്കി നോക്കും. നല്ല സ്റ്റിയറിംഗ് കറക്കാൻ അടിപൊളി രസം കേട്ടോ. അങ്ങനെ എന്തായാലും തയ്യൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, നല്ല സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സമയം എടുത്ത് ഇങ്ങനെ പതുക്കെ വൃത്തിയായിട്ട് ചെയ്തു പോകുന്നതാണ് നല്ലത്. ഈ തിരക്കിൻ്റെ ഇടയിൽ വരുമ്പോഴത്തേനും നമുക്ക് അതിനൊക്കെ തയ്ക്കാൻ സമയം കാണത്തില്ല, ഒരു വല്ലായ്മയായിരിക്കും. ഇതൊക്കെ കണ്ട നല്ല കിടിലം ഐറ്റമാണ് കണ്ട. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ കറക്കാൻ വേണ്ടിയിട്ടാണ്. വർക്ക് കഴിഞ്ഞേ പമ്പനം കറക്കുന്നതൊക്കെ നേരിട്ട് കറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും അവനും ഇഷ്ടപ്പെട്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് മേലിൽ ടോപ്പിലൊക്കെ എന്തോ ഡയമണ്ട് റെക്സിനൊക്കെ ഡിസൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവന് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മളെ വർക്കല്ലേ, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കും. അങ്ങനെ വീണ്ടും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോൾ യൂട്യൂബിൽ ഇടയ്ക്ക് വരുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഉള്ളതാ, തീർച്ചയായിട്ടും വരുവാടാ, നീ ഈ പ്രാവശ്യം കണ്ടോ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് വണ്ടി ഇത് പോണ്. അടുത്തൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.